ബിഗ് ബോസ് സീസൺ 7-ത്തെ മിഡ് വീക്ക് എവിക്ഷൻ. ഷിയാസ് കരീം ഗസ്റ്റായി പോയതിന് ശേഷം അനുമോളിൻ്റെ പ്ലാച്ചി മോളിന് ഒറ്റയൊരു കൊണ്ടു കൊടുത്തു. അനുമോൾ ഭയങ്കര ഹേർട്ടായിരുന്നു, അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ വീട്ടിലത്തെ ബാക്കി എല്ലാവരും ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ദാറ്റ് ഷോസ് എത്രമാത്രം ആ പ്ലാച്ചി മോളിനെ കൊണ്ട് ആ വീട്ടിലത്തെ എല്ലാ ആൾക്കാർക്കും വിഷമം ആൻഡ് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. കാരണം എവറിബഡി ഹസ് ബീൻസ് ഇങ്ങനെ കാണിക്കുന്നു എന്തൊക്കെ കുറേ ആൾക്കാർക്ക് കുറേ ബിലീഫ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാർ കളിയാക്കുന്നുണ്ടായിരുന്നു. സത്യമാണ്, നമ്മൾ വേറൊരാളുടെ പ്രോപ്പർട്ടി അവരുടെ പെർമിഷനിൽ നമ്മൾ കൂടുതലൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇറ്റ് ക്യാൻ കോസ്റ്റ് ദം എ ലോട്ട് ഓഫ് ഹേർട്ട്. അതൊക്കെ സത്യമാണ്. പക്ഷേ ഐ എം ഷുവർ ഷിയാസ് കരീം അനുമോളിനെ സിസ്റ്ററായിട്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് ഷെയർ അങ്ങനത്തെ ഒരു ബ്രദർലി സിസ്റ്റർലി ബോണ്ട്. അപ്പോൾ ഷിയാസ് കരീം ഡെഫിനറ്റ്ലി ഹാസ് ദാറ്റ് എന്താ പറയുക, ആ ഒരു റൈറ്റ് ഉണ്ടായിട്ടുണ്ടാവും, ആ ഒരു ഫ്രീഡം എടുത്തിട്ടുണ്ടാവും അത് കാരണം തന്നെ. ആൻഡ് ഷിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇത് അതിലേക്ക് ടു മച്ച് അഡിക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം അനുമോൾ ശരിക്കും ഗെയിം കളിക്കാത്ത. ആൻഡ് എനിവേ ശോഭയും അവിടെ പോയിട്ട് നല്ലത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെയിം നീ എന്തിനാ ഇവിടേക്ക് വന്നേ, നീ ഗെയിം കളിക്കാനല്ലേ വന്നേ, അപ്പോൾ നീ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ശോഭയുടെ കാര്യം അനുമോളിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻഫാക്ട് ശോഭ ഡിഡ് ഗിവ് ഹർ എ പീസ് ഓഫ് ഹർ മൈൻഡ് ആൻഡ് അഡ്വൈസ്. പക്ഷെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അനുമോൾ ഗോട്ട് ഫൈൻ പെട്ടെന്ന് തന്നെ, മച്ച് ബെറ്റർ, മച്ച് ഫാസ്റ്റർ ദാൻ എക്സ്പെക്റ്റഡ്. ആൻഡ് എനിവേ വി ആർ ഹാപ്പി ഫോർ ദാറ്റ്. എനിവേ ആ പ്ലാച്ചി മോൾ ഇനി വീണ്ടും തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ പ്ലാച്ചി മോൾക്കും ഇത്രയും സെലിബ്രിറ്റി വാല്യൂ ഉണ്ടാവും എന്നുള്ള കാര്യം ഇപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്.